ഏറ്റവും പുതിയ മാരി സെൽവരാജ് ചിത്രം വാഴ ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മൂവി, ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഹോൾ സൊസൈറ്റി. ആൻഡ് അതിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെഡ്ലൈൻസ് കാണും, ന്യൂസിൽ ഒരുപാട് നമ്മളിങ്ങനെ വായിച്ചു പോകാറുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഡോക്യുമെൻ്ററി ഇറക്കണമെങ്കിൽ നമ്മൾ അതിനായിട്ട് സ്റ്റഡി ചെയ്തു ഓക്കെ ആ കാര്യം പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ഇവൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തെടുക്കും. പക്ഷേ ആ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ലൈഫ് അനുഭവിച്ചിട്ടുള്ള ഒരാൾ അത് തന്നെ ഒരു സിനിമയാക്കി മാറ്റിയാൽ എങ്ങനെയാണെന്നുള്ളതാണ് സിനിമയിൽ കാണാം. അദ്ദേഹത്തിൻ്റെ മാരി സെൽവരാജിൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇറ്റ്സ് എ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. ആൻഡ് അത് നമുക്കതുപോലെ അറിയാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് പെയിൻ, ഇമോഷൻ അല്ലെങ്കിൽ സാക്രിഫൈസ് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് പറയാം, വേറൊരാൾക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കഷ്ടമാണ്. അതിന് പോസിബിൾ ആയിട്ടുള്ള മീഡിയത്തിലൊന്നാണ് ഈ പറയുന്ന സിനിമ അല്ലെങ്കിൽ സീരീസുകളൊക്കെ തന്നെ. പക്ഷെ ഒരു സിനിമയെ കൂടെ നമുക്ക് എത്ര തന്നെ പറയാൻ പറ്റും, ഒരു ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് എത്ര തന്നെ ഒരാളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതിൻ്റെ എക്സ്ട്രീം എൻഡാണ് ഈ സിനിമ. കാരണം അവരനുഭവിക്കുന്ന ഒരു ലൈഫ് അത് നമുക്ക് പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ റീലും ഓരോ ഷോട്ടും ഓരോ സീക്വൻസും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ മൊത്തത്തിലെടുത്തിട്ടുള്ളത്. ദ പെയിൻ ദേ ആർ സഫറിങ്. ഈ വാഴത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ്. സോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ ബേസ് ചെയ്തിട്ട് ഇവൻറ്റിന് അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ ലൈഫ് എങ്ങനെയാണോ, അവരുടെ റുട്ടീൻ എങ്ങനെയാണ്, അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന 2 കുട്ടികൾ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു മുഴുവനായിട്ട് മാറി മറിഞ്ഞത് എന്നതാണ് ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇവർ കാണിക്കുന്ന സീക്വൻസുകൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് സിനിമയുടെ ഒരു മാജിക്കാണ്. അത് അദ്ദേഹത്തിന് പ്യുവറായിട്ട് ചെയ്യാൻ പറ്റി. ഒരു പക്ഷേ ഇതേ സാധനം വേറെ ആരെങ്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രത്തോളം ട്രൂ ടു നേച്ചർ അല്ലെങ്കിൽ ഇത്രത്തോളം റിയലായി നാച്ചുറലായിട്ട് അത് അബ്സോർബ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. കാരണം അത് അനുഭവിക്കാത്ത ഒരാളാണ് ഇത് എടുക്കുന്നത്. അത് അനുഭവിച്ച ഒരാളെടുത്ത് എങ്ങനെ ഉണ്ടാകുന്നത് ഈ സിനിമ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഇതൊരു ഫിക്ഷൻ അല്ല, ഒരു കഥയല്ല, ഇതൊരു നടന്ന സംഭവത്തിന് ഒരു സ്ലൈസ് ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ആ റെപ്രസെൻറ്റേഷൻ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് സിനിമ കണ്ടു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാലേ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെയാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് സിനിമ മുഴുവനായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്കാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അത് മാത്രമായിട്ട് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഡോക്യുമെൻ്ററിയിൽ തീർക്കാൻ പറ്റില്ല എന്ന് ചിലവർക്ക് തോന്നുമായിരിക്കും. പക്ഷേ ആ ഒരു ലൈഫ് ജീവിക്കുന്ന ആൾക്കാരുടെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ്. അവരുടെ ഈച്ച് ആൻഡ് എവരി ഇമോഷൻ അത് ഓരോ ക്യാരക്ടേഴ്സിനും ബേസ് ചെയ്ത് ഈ 2 പിള്ളേർ ഒരു രക്ഷയില്ല, അവർക്കൊരു വലിയ കരിയർ തന്നെയുണ്ട്, വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ആൻഡ് അവരുടെ അമ്മമാരായിട്ട് വന്നവർ, അവരുടെ ചേച്ചി, അങ്ങനെ ആ ഒരു വില്ലേജിലുള്ള എല്ലാവരും വി ഡോണ്ട് ഫീൽ നമ്മൾ ആരും ഒരു സിനിമയിൽ അഭിനയിക്കുന്നതായിട്ടോ നമ്മളൊരു സിനിമ കാണുന്നതായിട്ടോ നമുക്ക് തോന്നില്ല. ആ ഒരു 2-2.5 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു വില്ലേജിനകത്ത് തന്നെ ആയിരിക്കും, അവരുടെ കൂടെ തന്നെ ആയിരിക്കും. അവരുടെ ഡെയിലി റൊട്ടീൻസിൽ നമ്മളും അതിൻ്റെ പങ്കാളികളാവും. ഒരു ശനിയും ഞായറാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ലീവ് ഉള്ളപ്പോൾ ഈ വാഴക്കൊല ചുമക്കാനായിട്ട് അവർ പോകുന്നത്. ആൻഡ് അവരുടെ കഴുത്തൊക്കെ ഇങ്ങനെ ഒടിഞ്ഞിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു തൂങ്ങിയിട്ടാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ പിള്ളേർക്ക് ഓർമ്മയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് സിനിമ കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ശനി ഞായറിന് എവിടെയെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഓക്കെ ശനിയാഴ്ചയായി വാഴ ചുമക്കാൻ പോകണം എന്നുള്ള രീതിയിൽ ആണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അത്രയധികം നമ്മളിലായിട്ട് കണക്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഡയറക്ടർമാരായ ഇങ്ങനെ വേണം. ഇത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക് എന്തുമാണ്, ആദ്യമായിട്ട് മൂപ്പര് എഴുതിയ സ്ക്രിപ്റ്റ് എന്തുമാണ്. ആൻഡ് വലിയ സിനിമകൾ എടുത്തു. ഇപ്പോൾ പരിവേരും പെരുമോൾ എടുത്തു, അത് കഴിഞ്ഞ് ധനുഷിൻ്റെ കൂടെ കർണൻ എടുത്തു, അത് കഴിഞ്ഞ് വൻ ഹിറ്റായ മാമന്നൻ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡയറക്ടറുടെ ഒരു പുതിയ സിനിമ വരുന്നത്. മാമന്നനൊക്കെ കിട്ടിയ റിസപ്ഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് ഫസ്റ്റ് ഷോ ഒക്കെ ഞാൻ കാണുമ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു. ഐ തിങ്ക് ആ ഒരു മുഴുവൻ ദിവസം ഹൗസ്ഫുള്ളായിട്ടാണ് ആ സിനിമയ്ക്ക് ഓടിയത്. അങ്ങനെ ഒരു ഡയറക്ടറുടെ അടുത്ത സിനിമ വന്നിട്ട് 4-5 പേരാണ് ആകാര് തിയേറ്ററിലുണ്ടായിരുന്നത്. അതും അറിയാതെ, എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലും ആർക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, ഈ ഒരു ഡയറക്ടറുടെ ആണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. സോ വലിയ സ്റ്റാർ കാസ്റ്റ് വെച്ച് വലിയൊരു ബിഗ് ഫിനാൻഷ്യൽ സക്സസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ഈ സിനിമ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ളൊരു സാധനമില്ലേ, എന്തിനാണ് മൂപ്പര് തുടങ്ങിയത്, എന്ത് പറയാനാണ് മൂപ്പര് തുടങ്ങിയെന്നുള്ളൊരു സാധനം, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ആൻഡ് എല്ലാ ഡയറക്ടർമാരും ഇപ്പോൾ പറയാറുണ്ട്, കുറേ പേര് അവർ ആ നേച്ചറിനോട് സ്റ്റിക്കായിപ്പോൾ ഇനി അവർക്ക് താഴോട്ട് വരാൻ പറ്റില്ല, വലിയ ആക്ടേഴ്സുമായിട്ട് സിനിമ ചെയ്തു വരും, ഇനി ചെറിയ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അവരുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ട്, അസിസ്റ്റൻറ്റിന് വെച്ചോ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കാനും മാത്രമേ പറ്റുള്ളൂ എന്ന് കുറേ പേര് പറയാറുണ്ട്. ഇങ്ങനെ കണ്ടുപിടിക്കണം. ഇതാണ് പടം. ഇങ്ങനെയുടെ കരിയറിലെ ഒരു പക്ഷേ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിരിക്കും ഇത്.
ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിരിക്കും ഇത്. ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ട്രൂ ടു നേച്ചറായിട്ട് അത്രയും ഹാർട്ടിൽ നിന്ന് എടുത്ത് ഡെലിവർ ചെയ്യണം. അതുകൊണ്ട് പ്രേക്ഷകരുടെ ഹാർട്ടിലേക്ക് അത് കയറും, നമ്മളത് കൊണ്ടുകൊടുക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ വാഴ ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ്. സന്തോഷ് നാരായണൻ ഇത് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ആസ്പെക്റ്റും ഈച്ച് ആൻഡ് എവരി ഫ്രെയിം അടിപൊളിയാണ്. ആൻഡ് ഇത് എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഭയങ്കര സ്ലോ പേസിലാണ് പോകുന്നത്. ആ ഒരു പേസ്നെസ് ഇതിന് ആവശ്യമുണ്ട്. ഒരിക്കലും ഈ സിനിമ വേറൊരു തലത്തിലേക്കൊന്നും പോകില്ല. ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും തരില്ല. ഐ തിങ്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. OTT അല്ലെങ്കിൽ ഡയറക്റ്റ് OTT സ്ട്രീമിങ്ങിനൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് പക്ഷേ തിയേറ്ററിൽ കാണുന്ന ഒരു എഫക്റ്റ് വേറെയാണ്. ഇതിപ്പോൾ നമ്മൾ OTT കണ്ട ചില സിനിമകൾ നമ്മളിപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ വലിയ മാരക ബ്രഹ്മാണ്ഡ സെറ്റപ്പാണോ, ആക്ഷൻ സീക്വൻസുകളുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് തിയേറ്റർ പ്രിഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേരൊക്കെ OTTയിലേക്ക് മാറ്റി വയ്ക്കാറുണ്ട്. ഇത് പക്ഷേ ഇത് OTT കണ്ടാൽ നമുക്ക് ഈ ഫീൽ കിട്ടില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് പോസ് ചെയ്ത് പോയാൽ അവരുടെ കണക്ഷൻ മിസ്സാവും. സോ ഈ സിനിമ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ സിനിമ കാണാനല്ല, കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ OTT കാണാം. ഈ സിനിമ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ പോയി കൊണ്ടുപോകണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് വാച്ച് ഐറ്റാണ്. ഒരു സിനിമ എന്ന രീതിയിലല്ല, അതിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റാണ്. തീർച്ചയായിട്ടും കണ്ടുപോകണം. ഇങ്ങനത്തെ സിനിമകളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇങ്ങനത്തെ കഴിവുള്ള മികച്ച ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇതേപോലെ ഇനിയും കുറേ സിനിമകൾ വരുള്ളൂ. അദ്ദേഹം പറയുന്ന ആ ഒരു പൊളിറ്റിക്സൊക്കെ ഈ കഴിഞ്ഞ 3 സിനിമകളിൽ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, എന്തോ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ശ്രമം, അതെന്താണ്, അതിന് പുറകിലുള്ള ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു പടം കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു ലൈഫ് അനുഭവിച്ചിട്ട് വന്നുള്ള ഒരാൾക്കാണ് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു മോഡിലേക്ക് നമ്മൾ എത്തിപ്പോവും. ആൻഡ് ക്ലൈമാക്സ് ഈസ് സോ ഹോണ്ടിങ്. ആൻഡ് കണ്ടു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള സിനിമകൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും വെയിറ്റ് ചെയ്ത് OTTക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ OTTയിലേക്ക് വരുമായിരിക്കും, പക്ഷേ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന സിനിമകളിലൊന്നാണ് വാഴ. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.